കേരളത്തിൽ ഇസ്ലാം മതസ്ഥരുടെ മതേതരത്വം എന്ന് പറയുന്നത് എത്രത്തോളം പ്രശംസിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഫോട്ടോഷൂട്ടായും വീഡിയോയും ഒക്കെ എടുത്ത് കാണിച്ച് നമ്മളെ ഇങ്ങനെ മുസ്ലിങ്ങൾ ഭയങ്കര മതേതരത്വം ഉള്ളവരാണ്, എന്നാൽ അവരോട് മറ്റുള്ളവർ കാണിക്കുന്നത് വർഗീയതയാണ് എന്നിങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ടല്ലേ. ഇപ്പോ ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാനായിട്ട് റെനീഷ റഹ്മാൻ എന്ന മുസ്ലിം പെൺകുട്ടി പോവുകയും അത് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് അവരുടെ യഥാർത്ഥ മതേതരത്വം പുറത്തു വന്നിരിക്കുന്നത്. പ്രൊജക്ട് ചെയ്തതുപോലെയൊന്നും അല്ല കേട്ടോ. ഒരു 2 കമന്റ് ഞാൻ കാണിക്കാം. മാസത്തെയെങ്കിലും മാനിക്കണമായിരുന്നു. ഉച്ചയ്ക്ക് നോമ്പ് തുറന്നു അല്ലേ, ഈ നോമ്പ് കാലത്തെങ്കിലും എല്ലാം ഒന്ന് നിർത്തിക്കൂടെ? നോമ്പ് തുറന്നിട്ട് പൊങ്കാല ഇടാൻ പോയി, ഉച്ചയ്ക്ക് നോമ്പ് തുറന്ന് എന്തിനാ ഇതൊക്കെ ആൾക്കാരെ കാണിക്കുന്നത്? ചേച്ചി വളവളാന്ന് അടിക്കണതേ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടുമാണ് ചേച്ചി വളവളാന്ന് അടിക്കണത്. ഇസ്ലാം പഠിപ്പിക്കുന്നതും ഏകദൈവ മതവിശ്വാസത്തെ കുറിച്ചാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനോട് മാത്രം ആവശ്യങ്ങൾ ചോദിക്കുക, അള്ളാഹുവിനോട് മാത്രം സങ്കടങ്ങൾ പറയുക. ഇത് പിൻപറ്റി ജീവിക്കുന്നവനെയാണ് മുസൽമാൻ എന്ന് വിളിക്കുന്നത്. ഇതിനെ ധിക്കരിച്ച് ജീവിക്കുന്നവനെ കാഫറായിട്ട് മുദ്രകുത്തും ഇസ്ലാം. അപ്പൊ ചേച്ചി ചോദിക്കും എന്താണ് മുസ്ലിങ്ങളുടെ മതസൗഹൃദം എന്ന്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒത്തിരി മതസൗഹൃദങ്ങൾ പറയാനുണ്ട്, എങ്കിലും ചേച്ചിക്ക് ബോധ്യമാകണമെന്ന രീതിയിൽ ഇതൊന്ന് കണ്ടു നോക്കാം. മദ്രസയിൽ രാമനാമം ഉയരുക, ഒരു ഹിന്ദുവിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് മദ്രസയിൽ വേദിയൊരുങ്ങുക. അത്തരം കാഴ്ചകൾ നമ്മുടെ കേരളത്തിൽ പലയിടത്തുമുണ്ട്. പക്ഷെ കണ്ണു തുറന്ന് അത് കാണണം. താമസിക്കുന്ന വീട്ടിലേക്ക് സ്ട്രെച്ചറോ മൊബൈൽ മോർച്ചറിയോ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു കുടുംബം. ആ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം താങ്ങായത് ഒരു മദ്രസയും അവിടുത്തെ മനുഷ്യസ്നേഹികളും. കുമാരനല്ലൂർ ഇർഷാദുൽ മുസ്ലിം മദ്രസയിലെ മുറ്റത്ത് വെള്ളവിരിച്ച പന്തലിൽ പെരുമ്പാലയിൽ ഓമന രാജേന്ദ്രന് മൃതദേഹം കിടത്താൻ സൗകര്യം ചെയ്തു കൊടുത്ത മുസ്ലിം സഹോദരങ്ങൾ. ഉയർന്ന നാമജപത്തിനിടയിൽ അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരേ മനസ്സോടെ തയ്യാറെടുപ്പിലായിരുന്നു ബന്ധുക്കളും മുസ്ലിം സഹോദരങ്ങളും. ഖുർആൻ പഠിപ്പിക്കുന്ന ഇടമാണ്. അവിടെ ആദ്യമായി ഹിന്ദു കുടുംബാംഗത്തിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് ഇടമൊരുങ്ങി. ഇതാണ് ചേച്ചി ഇസ്ലാമിന്റെ മതസൗഹൃദം എന്ന് പറയുന്നത്. മതസൗഹൃദം വേറെ, ഇസ്ലാമിന്റെ മതത്തിന്റെ ആചാരം വേറെ. രണ്ടും കൂടി ഒന്നാക്കാൻ ശ്രമിക്കരുത് ചേച്ചിയെ. ഓക്കെ, ഇത് ആ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പൊങ്കാലയിടാൻ വന്ന ആ മുസ്ലിം പെൺകുട്ടിക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ ആ മുസ്ലിം പെൺകുട്ടി പൊങ്കാല ഇടാൻ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആറ്റുകാൽ ദേവിയോടുള്ള ബഹുമാനം കൊണ്ടോ അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹം കൊണ്ടോ അവരോടുള്ള ഭക്തി കൊണ്ടോ ഒന്നും അല്ല. വെറും പട്ടിഷോ, വെറും പ്രദർശനം മാത്രം, വെറും വൈറലാകുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ചേച്ചി ആ മുസ്ലിം പെൺകുട്ടിയെയും പൊക്കിപ്പിടിച്ച് ഇസ്ലാമിന്റെ മതസൗഹൃദത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കുക എന്നതിന്റെ പേരിൽ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് ഈ ജസ്ന സലീമിനെ അറിയോ? അതായത് ഗുരുവായൂരമ്പലത്തിൽ ശ്രീകൃഷ്ണന്റെ ചിത്രവും വരച്ചുകൊണ്ട് നടന്ന് വൈറലായ ഒരു ജസ്ന സലീം, അതിന്റെ 2ാം പതിപ്പാണ് ഈ മുസ്ലിം പെൺകുട്ടി ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാലയിടാൻ വന്നതിന്റെയും ഉദാഹരണം.